ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴതോര് മൂവ്മെൻറ്റ് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് നെടുമ്പുരയ്ക്കൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് കൂണിമ്പെല്ലാം അടിക്കുന്ന സമയത്ത് അലീന അത് കേൾക്കുകയാണ്. അപ്പോൾ അലീന ഓടി വരുമ്പോഴേക്കും ബാലേന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ കേട്ടോ. ആഹാ, അച്ഛൻ ഇറങ്ങി വന്നോ എന്ന് ചോദിക്കുകയാണ്. അതെ, എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഡോറ് തുറന്നു കൊടുത്തോളാം, മോളൊരു കാര്യം ചെയ്യ്, ഒരു ചായ എടുത്തുകൊണ്ട് വരാൻ പറയും കേട്ടോ. അങ്ങനെ അപ്പോൾ അലീന ശരിയെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. ബാലേന്ദ്രൻ വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി. അതിന് വാ അകത്തേക്ക് കയറി വരുന്നു പറയുമ്പോൾ കയറാനൊരു മടി പോലെ തോന്നിയിട്ടാ. എന്നിട്ട് വാ കയറി ഇരിക്കൂ എന്ന് പറയുമ്പോൾ അതിന് ഇരിക്കുകയാണ്. അതിന് ശേഷം പറയാണ്, അതെ, ഇത് തികച്ചും ഒരു രഹസ്യമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. അലീനയ്ക്ക് അറിയില്ല നിങ്ങൾ അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം. ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുകയാണേ. അപ്പോൾ സ്റ്റാൻലി പറയാണ്, പറയാമായിരുന്നു എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, പറയാമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. കാരണം നിങ്ങൾ അവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അവളെ സ്വീകരിച്ചില്ലെങ്കിൽ അവൾക്ക് വിഷമാവും. അപ്പോൾ എനിക്കത് കാണാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്കതൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കില്ല, പട്ടാളക്കാരനല്ലേ, മനസ്സിനൊന്നും വലിയ വിഷമം അങ്ങനെയുള്ള അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അന്നേരം സ്റ്റാൻലി പറയാണ്, പട്ടാളക്കാരും മനുഷ്യരാണ് മിസ്റ്റർ ബാലേന്ദ്രൻ, അവർക്കും വേദനകളുണ്ട്, അവർക്കും മനുഷ്യന്മാരെ മനസ്സിലാക്കാനൊക്കെ കഴിയും എന്നൊക്കെ പറയുകയാണേ. എന്തായാലും പറഞ്ഞില്ലല്ലോ, സാരമില്ല എന്ന് പറയുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഞാൻ എൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, അത്രയും തൽക്കാലം ഇപ്പോൾ പറഞ്ഞാൽ മതി, ബാക്കിയുള്ളതൊക്കെ പിന്നീട് പറയാമെന്ന് പറയുകയാണേ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവളോടൊരു ചായ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ചായ എനിക്ക് വേണ്ട മിസ്റ്റർ ബാലേന്ദ്രൻ, ഞാൻ കോഫിയെ കുടിക്കുള്ളൂ എന്ന് പറയും. ആണോ, എങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് അലീനനെ വിളിക്കുകയാണ്. എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ ആൾക്ക് ചായ എടുക്ക് എന്ന് പറയട്ടോ. ചായ എടുത്ത് കൊണ്ടുവരാം, സ്നാക്സ് വല്ലതും വേണമെന്ന് അലീന ചോദിക്കുമ്പോൾ വേണ്ട ചായ മാത്രം മതി. അല്ല വേണ്ട, ചായ എല്ലാ ആൾ കുടിക്കുക, കോഫിയാണ് കേട്ടോ കുടിക്കുക എന്നൊക്കെ പറയും. എന്താ ചായ കുടിച്ചാൽ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ മോൾ എടുത്തിട്ട് വായോ എന്ന് പറയും. ശരി, ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ വീണ്ടും സ്റ്റാലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇവർ റബ്ബറിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള അതൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കൽ പെട്ടെന്ന് അലീനനെ കാണുമ്പോൾ സ്റ്റാൻലി സ്റ്റക്കായി പോകുകയാണ് കേട്ടോ. ആ സൈഡിൽ കൂടെ ഇങ്ങനെ ചായം കൊണ്ട് വരുന്ന കാണുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ഇങ്ങനെ ആളെ നോക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നിരീക്ഷിക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് അലീനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചുമക്കിന പോലെ കാണിക്കും കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ പെട്ടെന്ന് സ്റ്റാലിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കണ്ണെടുക്കും. എന്നിട്ട് വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചായയൊന്നും കാപ്പിയൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതെ, എന്തെങ്കിലും നോക്കുന്നത്, നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇത് എൻ്റെ മോളാ അലീന എന്ന് പറയും കേട്ടോ. അത് മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് സ്റ്റാൻലി പറയും കേട്ടോ. ആണോ, എന്ന് പറയും കേട്ടോ. അങ്ങനെ കോഫി കൊടുക്കുകയാണ് കേട്ടോ. കോഫി മേടിച്ച് കയ്യിൽ വെച്ച് ഇങ്ങനെ കുടിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആഹാ, നല്ല കോഫിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ മോളെ, ഇതെൻ്റെ ഒരു ക്ലയൻ്റാണ് ലാലിച്ചൻ, വലിയ റബ്ബർ എസ്റ്റേറ്റ് മുതലാളിയാണ്, പ്ലാന്ററാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആണോ നമുക്ക് ചോദിച്ചിട്ട് അലീന ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അച്ഛന് കോഫി വേണോ? ഏയ്, ഞാൻ കോഫി അല്ലല്ലോ കുടിക്കാറ്, ചായ അല്ലേ എന്ന് പറയും. മോള് പൊക്കോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കോഫിയും കൊണ്ടുപോകുമ്പോൾ മോള് ആ കോഫി ഇവിടെ വെച്ചിട്ട് പോക്കോ, അപ്പോൾ അച്ഛന് കോഫി വേണോ എന്ന് ചോദിക്കും കേട്ടോ. അല്ല, എനിക്ക് വേണ്ട, ഇവർക്ക് ഒരു കോഫിയും കൂടെ വേണമെന്ന് തോന്നിയാൽ കുടിക്കാമല്ലോ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അലീന അതോടെ വെച്ചിട്ട് പോകാണേ. അന്നേരം അലീന പോയി കഴിയുമ്പോൾ തന്നെ സ്റ്റാൻലി പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കിയിട്ട് കോഫി അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് വെക്കും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുക, എന്താ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനല്ല, സ്റ്റാൻലി വല്ലാതായി പോകാണ് കേട്ടോ. മുഖമൊക്കെ ആകെ ഇമോഷണലായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെ, അതേ മുഖം, അതേ കണ്ണ്, പാവം, പക്ഷെ മരിച്ചു പോയി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കരയാണ്. അമ്മച്ചിയുടെ കാര്യം ആലോചിച്ച് പെട്ടെന്ന് അലീനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് വേഗം തന്നെ പുറത്തേക്ക് പോകുകയാണ് കേട്ടോ. ഞാൻ ഹോട്ടലിൽ ചെന്നിട്ട് വിളിക്കാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ കൂടെ പിന്നെ കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എന്ത് പറ്റി നിൽക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, അപ്പോൾ സ്റ്റാലി പറയാണ്, ഞാൻ ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് മുമ്പ് വന്നിട്ടില്ല, ഇത്തരം സിറ്റുവേഷനൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇമോഷണലാണ് എന്ന് പറയാനേ. എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നിങ്ങൾക്ക് അലീനനെ വേണ്ടാന്ന് വയ്ക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയും. ഇല്ല, വേണം, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ സമയം വേണം,
ഞാൻ ഇപ്പോൾ തൽക്കാലം ഹോട്ടലിലേക്ക് പോട്ടെ അങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്തോ പോലെ ആവാണ് കേട്ടോ സ്റ്റാൻലിക്ക്. അലീനെ കണ്ടോട് കൂടിയിട്ട് ആളെ സമനില തെറ്റിയ പോലെ ആവാണ്. അങ്ങനെ പോയിട്ട് വീണ്ടും വന്നിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ബാലേന്ദ്രൻ 2 കൈയും കൂട്ടി പിടിച്ചിട്ട് പറയാണ്, അലീന നിങ്ങളുടെ അച്ഛാന്ന് വിളിച്ചത് ഞാൻ കേട്ടു. ആ വിളിയിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ എനിക്ക് മനസ്സിലായി. മോസ്റ്റ് ബ്യൂട്ടിഫുൾ റിലേഷൻ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും സ്നേഹവും ബഹുമാനമൊന്നും എന്നോട് ചിലപ്പോൾ കാണിക്കില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനോട് സ്റ്റാൻലി. അപ്പോൾ തന്നെ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ബാലേന്ദ്രൻ ഇങ്ങനെ ചിരിക്കുകയാണ്, ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം സ്റ്റാൻലി അങ്ങനെ അവിടെ നിന്ന് വേഗം തന്നെ പോവുകയാണ് കേട്ടോ. സങ്കടത്തോടു കൂടി തന്നെ പോവുകയാണ്. ബാലിനെ പുറത്തേക്ക് വരും. പോയോ എന്ന് ചോദിക്കും. ആ ആൾ പോയി. നിങ്ങളുടെ കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കും. ഇല്ല, ചിലപ്പോൾ ഇനിയും കാണേണ്ടി വരും. അപ്പോൾ അലീന പറയും, ആണോ, എന്തായാലും ആൾ പോയിട്ട് വരട്ടെ, ചിലപ്പോൾ ഇനിയും കൂടിക്കാഴ്ചകൾ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ബാലേന്ദ്രൻ അകത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് ബാലേന്ദ്രനോട്, എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ എനിക്ക് തോന്നിയെന്ന് പറയാനേ. അപ്പോൾ ബാലേന്ദ്രൻ ഒന്നിങ്ങനെ ചിരിച്ചിട്ട് അകത്തേക്ക് പോകും. സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ അകത്ത് റൂമിൽ ചെന്നിരുന്നിട്ട് ഓർക്കാണ് കേട്ടോ ചായം കൊണ്ടുവരുന്ന ഭാഗങ്ങൾ തന്നെ. അലീനയുടെ മുഖം തന്നെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അപ്പോൾ വേഗം തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ തന്നെ ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രൻ സ്റ്റാൻലിയുടെ നമ്പർ കാണുമ്പോൾ തന്നെ അലീന കാണാതെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഹലോ എന്ന് പറയും. അങ്ങനെ സ്റ്റാൻലി എന്ന് പറയട്ടോ, ആ അതെ മിസ്റ്റർ ബാലേന്ദ്രൻ, എനിക്ക് അലീനനെ ഒന്നും കൂടെ കാണണം എന്ന് പറയട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ, എൻ്റെ നിങ്ങൾ പറയുന്നത് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടുപോയതെന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ സംസാരിക്കുകയാണ്. അപ്പോൾ അല്ല, എനിക്ക് ഒരു തവണ കൂടെ അലീനനെ കാണണം. ഞാൻ ശരിക്കും കണ്ടോ എന്നൊരു സംശയം. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശരിക്കും കണ്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് മിസ്റ്റർ സ്റ്റാൻലി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ തന്നെ കണ്ടത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ സ്റ്റാൻലി പറയാം, എനിക്ക് അലീനനെ വേണം എന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എന്തായാലും ഇവിടെ വെച്ച് ഇനി കാണാൻ നടക്കില്ല, വേണ്ട, പുറത്ത് എവിടെ വെച്ചിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും സ്ഥലം പറഞ്ഞോ, അവിടേക്ക് ഞാൻ വരാൻ തയ്യാറാണ്. എനിക്ക് അലീനയെ ഒന്നുകൂടെ കാണണം. അലീന കാണണ്ട, എനിക്ക് മാറി നിന്നിട്ട് അലീനനെ ഒന്ന് കാണണം. അലീനയുടെ 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് വേണം. അതെന്തിനാണ് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ? എനിക്ക് എൻ്റെ അപ്പച്ചനെ കാണിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയും. അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ ശരിയാക്കാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ശരി, ഞാൻ ടെക്സ്റ്റൈൽസിൽ വരാം എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശരി, ഞാൻ അവിടെ വന്നിട്ട് അലീനനെ കണ്ടോളാം. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഈ ഒരു ഒറ്റ തവണ കൂടി അങ്ങനെ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും അലീനെ ഒരു തവണ കൂടെ കാണണം എന്ന് പറയണേ. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് അലീനെ കാണണം എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുകയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നെ കാണിക്കുന്നത് പ്രമോ ആണ് കേട്ടോ. പ്രമോയിൽ ബബിതനായിട്ടുള്ള സംസാരമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അലീനനെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം ബാലേന്ദ്രൻ തുറന്നു പറഞ്ഞിട്ടുണ്ടാവും അലീനയോട്. അപ്പോൾ യാത്ര പറയുന്നത് പോലെയാണ് പറയുന്നത്, അലീന നീ ഒരുപാട് എന്നെ ദ്രോഹിച്ചിട്ടും ഉണ്ടെന്ന് ഇപ്പം നീ തുറന്നു പറഞ്ഞല്ലോ. അന്നൊക്കെ എനിക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ നീ അതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കവളത്തൊക്കെ പിടിച്ചിങ്ങായിട്ട് അവർ നമ്മൾ സംസാരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഡ്രസ്സ് എടുക്കാനായിട്ട് വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഓരോരോ ഡ്രസ്സുകൾ ഇങ്ങനെ മാറി നോക്കുന്ന സമയത്ത് ഓരോരോ സ്ഥലത്ത് വന്നിട്ട് അലീനയെ വീണ്ടും 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 നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനെ കാണാതിരിക്കാനായിട്ട് ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടാണ് സ്റ്റാൻലി നിൽക്കുന്നത്. പിന്നെ അലീനയുടെ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, അപ്പച്ചനും കാണിക്കാൻ വേണ്ടിയിട്ട്. അത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.